ഇന്നത്തെ വീഡിയോ പഴയ ഒരു FM കാർ സ്റ്റീരിയോന്ന് നമ്മളതിൻ്റെ പാർട്സൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് റീകവർ ചെയ്തെടുക്കുകയാണത്. പഴയ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അതിനകത്ത് ഭൂരിഭാഗം കമ്പോണൻസും ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോസ് കുറച്ച് എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻസൊക്കെ കൊടുക്കുന്ന കുറച്ച് വീഡിയോസൊന്നും നമുക്കിതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. റീകവർ ആയി കിട്ടിയ വീഡിയോസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് രണ്ടാമത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിച്ചില്ല. അപ്പോൾ ഈ സെയിം ടൈപ്പ് ബോർഡ് തന്നെ നമ്മൾ ഒരെണ്ണം എടുക്കുകയാണ്. ഇതിൻ്റെ വില വരുന്നത് 120 രൂപയാണ്. ഇതിൻ്റെ കണക്ഷൻസ് എന്നത് 12 വോൾട്ട് പ്ലസ് മൈനസ്, സ്പീക്കറിലേക്കുള്ള ഔട്ട്പുട്ട് 3 വയർ, അതിൽ ഒരു വയർ ഗ്രൗണ്ടാണ്, 2 വയർ റൈറ്റ് ലെഫ്റ്റ് ചാനൽസാണ്. പിന്നെ FM ബോർഡിലേക്കുള്ള റൈറ്റ് ചാനൽ ലെഫ്റ്റ് ചാനൽ ഗ്രൗണ്ട് വയറാണ് ആംപ്ലിഫയർ ബോർഡിലുള്ളത്. ഒരു ബ്ലൂടൂത്ത് FM ബോർഡ് നമുക്ക് സെറ്റ് ചെയ്യാം. FM ബോർഡിലേക്കുള്ള കണക്ഷൻസാണ് ഇവിടെ നമ്മൾ ഈ ഡയഗ്രത്തിൽ കൊടുക്കുന്നത്. ഈ FM ബോർഡ് വർക്ക് ചെയ്യാനായിട്ട് വേണ്ടത് 5 വോൾട്ടാണ്. വണ്ടിയിൽ നമ്മൾ എടുക്കുന്നത് 12 വോൾട്ടാണ് വണ്ടിയുടെ ബാറ്ററിയുടെ വോൾട്ടേജ്. ബ്ലൂടൂത്തിൻ്റെ FM ബോർഡ് ഫ്രണ്ടിലായിട്ടൊന്ന് സ്ക്രൂ ചെയ്ത് ആദ്യം വയ്ക്കുക. ആംപ്ലിഫയർ ബോർഡ് വർക്ക് ചെയ്യുന്നത് 12 വോൾട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്കത് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. ഈ 12 വോൾട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു റെഗുലേറ്റർ ആവശ്യമാണ്. 12 വോൾട്ടിൽ നിന്ന് 5 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു റെഗുലേറ്ററും അതിൻ്റെ ഒരു ഹീറ്റ് സിങ്കും നമുക്കിവിടെ സ്ക്രൂ ചെയ്ത് വയ്ക്കാം. ടോട്ടൽ നമ്മുടെ കണക്ഷൻസൊക്കെ റെഡി ആയിട്ടുണ്ട്. FM ബോർഡും ആംപ്ലിഫയർ ബോർഡും തമ്മിലുള്ള കണക്ഷനും പിന്നെ ഒരു 5 വോൾട്ടിൻ്റെ ഒരു റെഗുലേറ്റർ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു വോളിയം കൺട്രോളും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് വണ്ടിയിലൊന്ന് കണക്ട് ചെയ്തിട്ടൊന്ന് പാട്ട് വെച്ച് നോക്കാം.